ഓരോ നിമിഷവും ഒരേ മുഖമായിരുന്നു മനസ്സില്. വേറെ ആരുമല്ല, ഞാൻ താലികെട്ടിന്റെ ഭാര്യ. എന്നോട് പറയാതെ എന്റെ കൺമുന്നിൽ നിന്ന് പോയി. എവിടെയെന്നറിയില്ല. അവള് സമാധാനമായിട്ടാണോ ജീവിക്കുന്നത്, വേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, സുഖമായിട്ടിരിക്കുന്നുണ്ടോ, ഒന്നും അറിയില്ല. ഊരിരുട്ടിൽ പെട്ടുപോയ ഒരു കുട്ടിയെ പോലെ ഞാനിങ്ങനെ നിന്ന് പോവാ. 6 നിമിഷവും 6 മണിക്കൂർ 6 മാസമല്ല, 6 വർഷം. ആ വർഷങ്ങളിൽ ഓരോ നിമിഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന മനോവേദന, നരകയാതന വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് പോലും ആ സങ്കടം ഉണ്ടാവില്ല ശാരദാമ്മേ. അവർക്കറിയാലോ ഈ യാതനയും വേദനയൊക്കെ എന്ന് തീരുമെന്ന്. എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു തീർപ്പുണ്ടായിരുന്നില്ല. ഇനി വരുമോ, കാണുമോ, ഒന്നും അറിയില്ല. അനന്തമായ ഒരു കാത്തിരിപ്പ്. അതിനിടയിലോ വേറെ വിവാഹങ്ങൾക്കുള്ള സമ്മർദ്ദങ്ങള്, ചെറുത്തുനിൽപ്പുകള്. എനിക്ക് ചിലപ്പോ പ്രാണനായി പോകുന്ന ഞാൻ ഭയന്നിട്ടുണ്ട്. കാണാതിരുന്നവർക്കും മാത്രമല്ല, കാണാൻ മറയത്തേക്ക് ഓടിപ്പോയവർക്കും സങ്കടവും വേദനയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കൊടുക്കമ്മേ. അകന്നു മാറിയവരെ പറ്റിയുള്ള വേദന കുറയും. അവരാണല്ലോ ഉപേക്ഷിച്ചു പോയത്. പക്ഷെ ജീവന്റെ ജീവനായ ആൾ ഉപേക്ഷിച്ചു പോവേണ്ടി വരുമ്പോ പ്രാണം പറിച്ചു വെച്ചിട്ട് പോകുന്ന പോലെയാ. അകന്ന് അകന്നു മാറിയത് എന്റെ ശരീരം മാത്രം. ജീവശ്വാസം എവിടെയായിരുന്നു? അത് എന്റെ വിഷ്ണു. അത്രയ്ക്ക് അന്യനായി പോയ ശാരദാമ്മ ഞാൻ ആയോ? ഈ ഹൃദയത്തിനുള്ളിലാ ശാരദാമ്മയുടെ മകളെ ഞാൻ കൊണ്ടു നടന്നത്, ഇപ്പോഴും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നേ. അയാൾക്ക് അന്യനായി കഴിഞ്ഞ പിന്നെ വിഷ്ണു ഇല്ല. മോനെ മോനെ, നിങ്ങൾ രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം തന്നെയാ. ആരാ കൂടുതൽ വേദനിച്ചെന്ന് ഒരു കണക്കെടുപ്പ് വേണ്ട. രണ്ടുപേരിലും ആരും ജയിക്കാൻ പോകുന്നില്ല. കാരണം സ്നേഹിക്കാൻ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുക രണ്ടാളും. സ്നേഹം കൂടുന്നതനുസരിച്ച് വേദനയുടെ ആഴവും കൂടും. അതൊരു കുറ്റമല്ല മക്കളെ. മോനെ അറിയാമോ ശാലിനി എന്തുകൊണ്ടാ മോന്റെ അടുത്ത് നിന്ന് മാറി നിന്നാണ്? ശാരദാമ്മ അതൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. എന്റെ അമ്മ എന്നെ കൊണ്ട് ചെയ്യിച്ച സത്യം, ശാലിനിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്ത അടുത്ത നിമിഷം അമ്മ മരിച്ചു കളയുന്നുള്ള വാക്ക്. അതിനൊന്നും ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ മോനെ. പിന്നെ എന്തിനാ ഇയാളിന്ന് വീട്ടിലേക്ക് വന്നെന്ന് ചോദിക്കും ശാരദാമ്മേ. വരേണ്ടി വന്നു. കാലവും സാഹചര്യവും മനുഷ്യരിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചു. പ്രാണവായു ഇല്ലാത്തതുപോലെ 6 വർഷം ജീവിച്ചവളാ ഞാൻ. എനിക്കിനിയും അങ്ങനെ വയ്യായിരുന്നു. പക്ഷേ അച്ഛന്റെ ആത്മഹത്യാ ശ്രമം പോലും ചിലർ തിരുത്തില്ലെന്ന് മനസ്സിലായി. മടങ്ങി വന്നപ്പോഴും മഴയത്ത് തന്നെ നിൽക്കേണ്ടി വന്നു എനിക്ക്. വിട്ട് കളയാൻ പറയും ശാരദാമ്മേ. ഞാൻ താലി കെട്ടിയ പെണ്ണിനോട് ഈ നിമിഷം എന്റെ കൂടെ ഇറങ്ങി പോരാൻ പറ. ജില്ലാ കളക്ടർ ആവണമെന്നൊന്നുമില്ല, അല്ലലില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്റെ പെണ്ണിനെ. പറ്റില്ലെന്ന് പറയമ്മേ. എന്നെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന് എന്റെ ഭർത്താവ് അദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുത്ത വാക്കാ. ആ വാക്ക് തെറ്റിക്കാനായിരുന്നെങ്കിൽ 6 വർഷം അകന്നു നിൽക്കേണ്ടി വരില്ലായിരുന്നു. എന്റെ ഭർത്താവ് കൊടുത്ത വാക്ക് പാലിക്കാൻ ബാധ്യസ്ഥയാ ഞാൻ. എന്റെ ഭർത്താവിന്റെ ശിരസ് എവിടെയും കുനിയാതിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പെണ്ണെന്ന നിലയിൽ എന്റെ കടമയാ.
എന്റെ ഭർത്താവിന്റെ അമ്മയെ കൊണ്ട് തന്നെ ഞാൻ എന്നെ ആ വീട്ടിലേക്ക് മടക്കി വിളിപ്പിക്കും. എന്റെ ഏട്ടന്റെ പെണ്ണെന്ന നിലയിൽ വീണ്ടും ആ വീട്ടിലേക്ക് വലതുകാലി വെച്ച് കയറുമ്പോ എന്റെ ഭർത്താവിന്റെ തല ഉയർന്നു തന്നെ നിൽക്കണമെന്നത് എന്റെ നിർബന്ധമാണ്. അത് നടത്തി കാണിക്കും ഞാൻ. അടുത്ത് വരില്ല വിഷ്ണുവേട്ട, ഞാൻ അലിഞ്ഞു പോവും. ശാലിനി വിഷ്ണു IAS എത്ര വലിയ പദവികൾ ലഭിച്ചാലും ശാലിനിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്തൊരു പേരായത്. ശാലിനി വിഷ്ണു IAS. എന്റെ മാത്രം സ്വപ്നമായിരുന്നില്ലെന്ന് പറയാമേ. ഒന്നിച്ചുള്ള ജീവിതടക്കം ഒന്നും ഒരാളുടെ മാത്രം സ്വപ്നമല്ലെന്ന് പറ ശാരദമ്മേ. അമ്മയുടെ അനുഭവത്തോടെ മാത്രമേ ഒന്നിച്ചുള്ള ജീവിതത്തിന് തയ്യാറുള്ളൂ എങ്കിൽ അയാളുടെ ഭർത്താവ് അതിനുവേണ്ടി ശ്രമിക്കുന്നു പറ ശാരദമ്മേ. എന്നും അയാളുടെ സ്വപ്നങ്ങൾക്കും തീരുമാനങ്ങൾക്കും കൂടെ നിന്നിട്ടുള്ള വിഷ്ണു ഈ പറയുന്നത്. മോളെ അവൻ നിന്നെ മനസ്സിലാക്കിയല്ലോ മോളെ. സന്തോഷമായി എനിക്കറിയാമായിരുന്നു അമ്മ. കാലം എത്ര കഴിഞ്ഞാലും എന്റെ വിഷ്ണുവേട്ടൻ എന്നെ മനസ്സിലാവുമെന്ന്. ആ വിശ്വാസം തന്നെയാ എന്നെ ഇത്രയും കാലം ജീവിപ്പിച്ചതും. സ്നേഹിക്കാതെ വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റില്ലമ്മ. കാരണം നിങ്ങൾ ഒരേ ഹൃദയം തന്നെയാ. മോളെ ഇവിടെ എങ്ങോട്ടാ? കണ്ട് കൊതി തീർന്നില്ലെന്ന്. എനിക്ക് ഒന്നുകൂടി കാണണം. ഇനിയിപ്പം ദൂരെ നിന്നെങ്കിലും കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ.
ഈശ്വര, സത്യ. അതിനെന്താടി? അമ്മ, സത്യ എന്റെ മകളാണെന്ന് വിഷ്ണുവേട്ടൻ ഇപ്പോഴും അറിയില്ലല്ലോ. ഓ, രക്ഷപ്പെട്ടു. ബിഗ് ഫ്രണ്ട്, അയ്യോ, ഇതാരാ സ്മോൾ ഫ്രണ്ടോ? എടി, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇപ്പൊ തന്നെ വിഷ്ണു സത്യയുടെ കാര്യം അറിയട്ടെ. അങ്ങനെ അറിഞ്ഞാൽ ശരിയാവില്ലമ്മേ. അതൊക്കെ കുറച്ച് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാ. സത്യ വിഷ്ണുവേട്ടന്റെ മോളാണെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, എപ്പോ എവിടെ വെച്ച് പ്രസവിച്ചു എന്നൊക്കെ പറയണ്ടേ. എല്ലാ സത്യവും പറയാന്ന് വെച്ച ശ്യാമയുടെയും പപ്പിയുടെയും കാര്യം എന്താവും? അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യം അമ്മ, അല്ലെങ്കിൽ കൈവിട്ടു പോവും. ബിഗ് ഫ്രണ്ട് എന്താ ഇവിടെ? ഞാന് പപ്പിയുടെ ചേച്ചിയമ്മയെ കാണാൻ വന്നാന്ന് പറയണ്ട. സത്യക്കാര്യം പപ്പിയോട് പറയാം. ഉടനെ ചേച്ചിയമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാം. എനിക്ക് തന്നെ ആളോട് നേരെ ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും സംസാരിച്ചൊരു വ്യക്തത വരുത്തിയിട്ട് വേണം പപ്പിയൊക്കെ അറിയാൻ. എന്താ ബിഗ് ഫ്രണ്ട് ആലോചിക്കുന്നത്? എന്താ ഇവിടെന്ന്? അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. ആളിവിടെ വർക്ക് ചെയ്യുന്നേ. ഓ അതെയോ? ആ, അല്ല, സ്മോൾ ഫ്രണ്ട് എന്താ ഇവിടെ? എന്റെ അമ്മ ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവിടെയോ? എന്താ ജോലി? വലിയ ഓഫീസറാ. എന്നാ ഞാൻ പോട്ടെ മോളെ, കുറച്ച് തിരക്കുണ്ട്. പോയിട്ട് വരേ. 1 മിനിറ്റ് ബിഗ് ഫ്രണ്ട്, എന്റെ അമ്മയൊന്ന് പരിചയപ്പെട്ടിട്ട് പോവാ. അയ്യോ, അല്ല മോളെ, കുറച്ച് തിരക്ക്. 1 മിനിറ്റ് ബിഗ് ഫ്രണ്ട്, ജസ്റ്റ് കണ്ടിട്ട് ഒരു ഹായ് പറഞ്ഞിട്ട് പോയാ മതി. പോവാം. ആ കമല, നീ എത്തിയോ? ആ എത്തി. ഓ, നീ ആ അൾട്രൻഷനിലല്ലേ? അതെ. ആ, നീ ഇന്ന് അവിടെ തന്നെ കുറച്ച് സംസാരിക്കാനുണ്ട്. ആ ആ, ശരി ശരി. മോളെ, ബിഗ് ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ടിനെ കാണാണ്ടേ. മോളുടെ അമ്മയെ പിന്നീട് പരിചയപ്പെടാം. ഓക്കേ. പോട്ടെ. ബിഗ് ഫ്രണ്ട്, ടാറ്റാ. പോട്ടെ. അമ്മ വാ, നമ്മളിവിടെ നോക്കി നിൽക്കുന്നത് അവള് കാണണ്ട. ആ പപ്പി, ഇന്ന് സ്കൂളിൽ വന്നില്ലല്ലോ? ഇല്ല സത്യേ. എന്ത് പറ്റി? പനിയാണോ? പനിയൊന്നുമല്ല സത്യേ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്ന് വിഷ്ണു അച്ഛന്റെ കല്യാണം നിശ്ചയായിരുന്നു. ആ ചടങ്ങ് കാരണോ സ്കൂളിൽ വരാതിരുന്നത്. എന്നിട്ട് ചടങ്ങ് എന്തായി? അത് മുടങ്ങിപ്പോയി. ഞാൻ ഹാപ്പിയാ. ഞാനും ഹാപ്പിയാ.
എന്നിട്ടെന്താ നിന്റെ ചേച്ചിയമ്മ അവിടെ താമസിക്കാത്തത്? സത്യമ്മയുടെ മനസ്സിൽ ചേച്ചിയമ്മയോടുള്ള മുഴുവൻ ദേഷ്യം പോയിട്ടില്ല സത്യേ. മുഴുവനും പോയാലേ ചേച്ചിയമ്മയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂ. ആ പിന്നെ പപ്പി, ഞാൻ ബിഗ് ഫ്രണ്ടിനെ കണ്ടു. എവിടെ വെച്ച്? സ്കൂളിൽ നിന്ന് തന്നെ അമ്മയുടെ ഓഫീസിലാ കൊണ്ടുവിട്ടത്. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ഫ്രണ്ട്. ഇതിലെല്ലാം ഉണ്ടല്ലോ അല്ലേ? യെസ് മാഡം. ഹാർഡ് കോപ്പി എല്ലാം വിജിലൻസ് തന്നെ ശേഖരിച്ചിരുന്നു. CCTV ഫൂട്ടേജുകളും കോൾ റെക്കോർഡും അടങ്ങുന്ന പെൻഡ്രൈവ് കമ്മീഷണർ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. വാനരപ്പടം മുഴുവനുണ്ടല്ലോ ഇവിടെ. ഞാൻ കമ്മീഷണറെ വിളിച്ചിരുന്നു. മാഡം, സാറ് പറഞ്ഞിരുന്നു. ഫയല് കളക്ട് ചെയ്യാനായിട്ടൊരു കോൺസ്റ്റബിളിനെ അയക്കാനാ പറഞ്ഞത്. ആ, നിങ്ങളായാലും മതി. ഇത് വാങ്ങണം. ഓക്കെ മാഡം. മിസ്റ്റർ ACP, യെസ് മാഡം. കയ്യിലിരിക്കുന്നത് ഒന്ന് തുറന്നു നോക്കുകയെങ്കിലും ചെയ്യണം സർ. മാടക്കടയിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന പൈങ്കിളി വാരികയല്ല അത്. സൊസൈറ്റിയുടെ ക്രീമി ലെയറിലുള്ള ചില മാതൃവ്യക്തികൾ കമ്മിറ്റ് ചെയ്ത കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന രേഖയാണ്. നോക്കാം മാഡം. അവളുടെ ലേഡി ഷെർലോക്ക് ഹോംസ്. നോക്കട്ടെ അവൾ നടത്തിയ ഓണക്ക കണ്ടുപിടുത്തം എന്താന്ന്. എന്താ മിസ്റ്റർ ACP, റൂമിൽ ചൂട് കൂടുതലുണ്ടോ? AC അല്പം കൂട്ടിയിടണോ? വേണ്ട മാഡം. മാഡം, ഇതൊരു പ്രതികാര നടപടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ? അത് പ്രതികളല്ലേ മിസ്റ്റർ ACP കോടതിയിൽ വാദിക്കേണ്ടത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അന്വേഷണത്തിന് ചുമതലപ്പെട്ടവരിൽ ഒരാൾ തന്നെ അവർക്ക് വേണ്ടി വാദിക്കാന്ന് പറഞ്ഞ ഇതൊക്കെ കോടതി വരെ പോവോ മാഡം? നമുക്ക് നോക്കാം. ജസ്റ്റ് ഒബേ ദ ഓർഡേഴ്സ്. മനസ്സിലായില്ലേ? പറഞ്ഞതങ്ങോട്ട് അനുസരിച്ചാൽ മതിയെന്ന്. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്. യെസ് മാഡം. മോളെ, അയാൾ ഇനി അതിലെന്തെങ്കിലും തിരിമറി നടത്തുമോ? എല്ലാം രേഖയിലുള്ളതാമേ. ഇനി അതിൽ അയാൾ എന്തെങ്കിലും തിരിമറി നടത്താൻ ശ്രമിച്ച എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. കാരണം ഈ സംഭവത്തിൽ അയാളുടെ പങ്കിനെ പറ്റിയുള്ള തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും ശാരദാമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. അയാളെ തന്നെ ഫയൽ ഏൽപ്പിക്കണ്ടായിരുന്നു. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നതിലും ഒരു സുഖമില്ല അനുപല്ലവി. ആ, ഒരു കാര്യം മറന്നു. ഹലോ കമ്മീഷണർ, ഡിസ്ട്രിക്ട് കളക്ടർ ഹിയർ. ആ ശരി ശരി. ആഹാ, ഇത് ആരാ ഇത്? ഓ, ഫോണിലാണോ? ആ അതെ. ആരാ? പപ്പിയാ. ശരി, ആയിക്കോട്ടെ. ആ പപ്പി, പിന്നെ
ഓക്കെ സർ, അപ്പോൾ പറഞ്ഞതുപോലെ. ആ, എത്തിയല്ലോ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ പപ്പി? ദേ ഞാൻ അമ്മയുടെ അടുത്ത് എത്തി. അമ്മേ, പപ്പിയാ ഫോണില്. ബിഗ് ഫ്രണ്ടിന്റെ കല്യാണ നിശ്ചയം മുടങ്ങിയെന്ന്. അവളുടെ ചേച്ചിയമ്മ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന്.